ഹായ് ഓൾ, PPS എന്ന സബ്ജക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിതുവരെ കാസ്റ്റിങ്ങിനെ കുറിച്ചും മെറ്റൽ ഫോമിംഗ് അല്ലെങ്കിൽ മെറ്റൽ വർക്കിങ്ങിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമ്മൾ റിക്വയർഡ് സൈസിലും ഷേപ്പിലും പ്രൊജക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു പ്രോസസ്സ് അല്ലെങ്കിൽ മെത്തേഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് മെറ്റൽ ജോയിനിങ്. Metal joining is defined as the process of joining two or more metals either temporarily or permanently with or without the application of pressure or heat to obtain required shape and size of product. നമുക്ക് ജോയിൻ ചെയ്യേണ്ട രണ്ടോ അതിലധികമോ മെറ്റൽസിനിടയിലൂടെ ഹീറ്റ് അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്ത് സ്ഥിരമായോ താൽക്കാലികമായോ അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെറ്റൽ ജോയിനിങ് എന്ന് പറയുന്നത്. മെറ്റൽസിനിടയിൽ ഹീറ്റ് അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവ പ്ലാസ്റ്റിക് സ്റ്റേജിലോട്ടോ മോൾട്ടൺ സ്റ്റേജിലോട്ടോ മാറുന്നു. ഇത്തരത്തിൽ പ്ലാസ്റ്റിക് സ്റ്റേജിലോട്ടോ മോൾട്ടൺ സ്റ്റേജിലോട്ടോ മാറിയിട്ടുള്ള മെറ്റൽസിനെ സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി നമുക്ക് റിക്വയർഡ് സൈസിലും ഷേപ്പിലും പ്രൊഡക്റ്റുകൾ മെറ്റൽ ജോയിൻ പ്രോസസ്സ് വഴി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. പ്രധാനമായും രണ്ട് രീതിയിലാണ് മെറ്റൽ ജോയിൻ പ്രോസസ്സുകളുള്ളത്: പെർമനൻറ്റ് ജോയിൻസും നോൺ പെർമനൻറ്റ് ജോയിൻസും. പെർമനൻറ്റ് ജോയിൻസിൽ ജോയിൻ ചെയ്തിട്ടുള്ള മെറ്റൽസുകളെ പരസ്പരം ഡിസ്ട്രോയ് ചെയ്യാതെയോ ഡാമേജ് ചെയ്യാതെയോ ഡിസംബിൾ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ നോൺ പെർമനൻറ്റ് ജോയിൻസിൽ ജോയിൻ ചെയ്തിട്ടുള്ള മെറ്റൽസിനെ പരസ്പരം ഡാമേജ് ചെയ്യാതെയോ ഡിസ്ട്രോയ് ചെയ്യാതെയോ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു. പെർമനൻറ്റ് ജോയിൻസിന് എക്സാമ്പിളാണ് വെൽഡിംഗ്, ബ്രേസിംഗ്, സോൾഡറിംഗ് തുടങ്ങിയവ. നോൺ പെർമനൻറ്റ് ജോയിൻസ് എക്സാമ്പിളാണ് നട്ട് ആൻഡ് ബോൾട്ട്, ഫാസ്റ്റനേഴ്സ്, കീസ്, കപ്ലിങ്സ് തുടങ്ങിയവ. നമ്മൾ ഈ മൊഡ്യൂളിൽ പെർമനൻറ്റ് ജോയിൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് വണ്ണാണ് വെൽഡിംഗ്. വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് മെറ്റൽ ജോയിൻറ്റ് പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വെൽഡിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ ലോക്കലൈസ്ഡ് കോയിലസൻസ് ഓഫ് മെറ്റൽ ഒബ്റ്റൈൻഡ് ബൈ ഹീറ്റിംഗ് ടു സൂട്ടബിൾ ടെമ്പറേച്ചർ വിത്ത് ഓർ വിത്തൗട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ആൻഡ് വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് ഫില്ലർ മെറ്റൽ. ഫില്ലർ മെറ്റീരിയലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി സെയിം ആസ് ബേസ് മെറ്റൽ. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റലിൻ്റെ അതേ ടെമ്പറേച്ചറിനെ ആയിരിക്കും ഫില്ലർ മെറ്റീരിയലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ജോയിനിങ് മെറ്റൽസിൻ്റെ പെർട്ടിക്കുലർ ഏരിയയിൽ നടക്കുന്ന ലോക്കലൈസ്ഡ് കോയിലസൻസ് ആണ് അവയെ ജോയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. കോയിലസൻസ് എന്ന് പറയുന്നത് മെറ്റൽസിൻ്റെ ഏകീകരണത്തിനെയാണ്. ഇങ്ങനെ മെറ്റൽസ് പരസ്പരം ഏകീകരിക്കാൻ കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കാരണം മെറ്റൽസ് എന്ത് ചെയ്യുന്നു, മോൾട്ടൺ സ്റ്റേജിലോട്ടോ പ്ലാസ്റ്റിക് സ്റ്റേജിലോട്ടോ മാറുന്നു. ഇത്തരത്തിൽ മോൾട്ടൺ സ്റ്റേജിലോട്ടോ പ്ലാസ്റ്റിക് സ്റ്റേജിലോട്ടോ മാറിയിട്ടുള്ള മെറ്റൽസിനിടയിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യാതെയോ എന്ത് ചെയ്യുന്നു, അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഇങ്ങനെ ബന്ധിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഫില്ലർ മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഫില്ലർ മെറ്റൽ ഉപയോഗിക്കാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യുന്ന മെറ്റൽസിൽ എന്തെങ്കിലും ഡിസയേർഡ് പ്രോപ്പർട്ടീസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ജോയിൻസിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു അഡീഷണൽ മെറ്റൽ, അതിനാണ് നമ്മൾ ഫില്ലർ മെറ്റൽ എന്ന് പറയുന്നത്. ഈ ഫില്ലർ മെറ്റീരിയലിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യും, ഈ ജോയിനിങ് പ്രോസസ്സ് അക്കംപ്ലിഷ് ചെയ്യും. ഇതിനെയാണ് വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റീരിയലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ബേസ് മെറ്റലിന് സമാനമാവണം. എന്നാൽ മാത്രമേ പരസ്പരം എന്ത് ചെയ്യുള്ളൂ, അവ മോൾട്ടൺ സ്റ്റേജിലോട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്റ്റേജിലോട്ടോ മാറിയിട്ട് ജോയിൻ ചെയ്ത് ജോയിനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. വെൽഡബിലിറ്റി. സ്പെസിഫൈഡ് പ്രോപ്പർട്ടീസിൽ വെൽഡ് സ്ട്രെങ്തോ അല്ലെങ്കിൽ പ്രോപ്പർ സ്ട്രക്ചറുള്ളോ ഇൻസെപ്പറബിൾ വെൽഡഡ് ജോയിൻറ്റ്സ് ഫോം ചെയ്യാനുള്ള മെറ്റലിൻ്റെ കപ്പാസിറ്റിയാണ് വെൽഡബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല വെൽഡബിലിറ്റി ഉള്ളൊരു മെറ്റീരിയലിന് അതിൻ്റെ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചറിൽ നല്ല പെർഫോമൻസ് കാണിക്കാൻ സാധിക്കുന്നു. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മെറ്റലിൻ്റെ വെൽഡ് ക്വാളിറ്റിയെയും അത് ഫോം ചെയ്യാനുള്ള ഈസിനെസ്സിനെയുമാണ്. അതുപോലെ തന്നെ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്, തെർമൽ കണ്ടക്ടിവിറ്റി, തെർമൽ എക്സ്പാൻഷൻ, സർഫസ് കണ്ടീഷൻ ആൻഡ് ചേഞ്ച് ഇൻ മൈക്രോ സ്ട്രക്ചർ തുടങ്ങിയവയും വെൽഡബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അടുത്തായിട്ട് നമുക്ക് വെൽഡിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് ബ്രാഞ്ചസിലും നമ്മൾ വെൽഡിംഗ് പ്രോസസ്സ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ബിൽഡിങ്സ്,
ബ്രിഡ്ജസ് തുടങ്ങിയവയിൽ സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ ഫാബ്രിക്കേഷനും ഇറക്ഷനും വെൽഡിംഗ് പ്രോസസ്സ് വഴിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റീൽ റിസർവോയർ, ബോയിലേഴ്സ്, പ്രഷർ വെസൽ ടാങ്ക്സ്, പൈപ്പ് ലൈൻസിലും സാധാരണ വെൽഡിംഗ് പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് മെറ്റൽസ് ജോയിൻ ചെയ്യാറുള്ളത്. പിന്നെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലും മെറ്റൽ ബോഡീസും ഫ്രെയിംസും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ വെൽഡിംഗ് എന്ന പ്രോസസ്സാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. പ്രധാനമായിട്ടും ഇത്രയും ഫീൽഡിലാണ് വെൽഡിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളത്. അടുത്ത നമുക്ക് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഡിസ്കസ് ചെയ്യാം. മെറ്റൽസിനിടയിൽ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2 രീതിയിലാണ് ഡീഫോർമേഷൻ നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് പ്ലാസ്റ്റിക് സ്റ്റേജിലും മറ്റൊന്ന് മോൾട്ടൺ സ്റ്റേജിലും. ഇത്തരത്തിൽ ഡീഫോർമേഷൻ നടക്കുന്നതിനനുസരിച്ചാണ് വെൽഡിംഗ് പ്രോസസ്സുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് വെൽഡിംഗ് ഓർ പ്രഷർ വെൽഡിംഗ്, ഫ്യൂഷൻ വെൽഡിംഗ് ഓർ നോൺ പ്രഷർ വെൽഡിംഗ് എന്താണെന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പ്ലാസ്റ്റിക് വെൽഡിംഗ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് വെൽഡിങ്ങിൽ ജോയിൻ ചെയ്യേണ്ട മെറ്റൽ പീസുകൾക്കിടയിൽ ഹീറ്റ് ചെയ്ത് അവയെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് മാറ്റുന്നു. ശേഷം ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്നു. ഇതിന് എക്സാമ്പിളാണ് റെസിസ്റ്റൻസ് വെൽഡിങ്ങും തെർമൈറ്റ് വെൽഡിങ്ങും. എന്നാൽ ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത് ജോയിൻ ചെയ്യേണ്ട മെറ്റൽ പീസുകൾക്കിടയിൽ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മെറ്റൽസ് എന്ത് ചെയ്യുന്നു, മോൾട്ടൺ സ്റ്റേജിലോട്ട് മാറുന്നു. ഇത്തരത്തിൽ മോൾട്ടൺ സ്റ്റേജിലോട്ട് മാറിയിട്ടുള്ള മെറ്റൽസിനെ സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നു. അതായത് ഇവിടെ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ നോൺ പ്രഷർ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഗ്യാസ് വെൽഡിങ്ങും അതുപോലെ തന്നെ ആർക്ക് വെൽഡിങ്ങും. ഇനി നമ്മൾ ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന കേസ് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതനുസരിച്ചും വെൽഡിംഗ് പ്രോസസ്സുകളെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ജോയിനിങ് മെറ്റൽസിൻ്റെ ഇടയിൽ ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കാതെയുള്ള വെൽഡിംഗ് പ്രോസസ്സിനെയാണ് ഓട്ടോജീനിയസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഹോമോജീനിയസ് പ്രോസസ്സ് എന്ന് പറയുന്നത് ബേസ് മെറ്റൽ അഥവാ പാരൻ മെറ്റൽ ഏതാണോ അതേ മെറ്റൽ ഫില്ലർ മെറ്റീരിയലായി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോസസ്സിനെയാണ് ഹോമോജീനിയസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഹെറ്ററോജീനിയസ് പ്രോസസ്സിൽ ഫില്ലർ മെറ്റീരിയൽ പാരൻ മെറ്റൽ അല്ലാതെയുള്ള മെറ്റീരിയൽസാണ്. അപ്പം ഇങ്ങനെയാണ് ഫില്ലർ മെറ്റീരിയൽ അനുസരിച്ചുള്ള വെൽഡിംഗ് പ്രോസസ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ വെൽഡിങ്ങിൻ്റെ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. 5 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഗ്യാസ് വെൽഡിംഗ്, റെസിസ്റ്റൻറ്റ് വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ്, ന്യൂവർ വെൽഡിംഗ്, സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ്. അതായത് മെറ്റൽ ജോയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള കോയിലസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹീറ്റ് എനർജിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഹീറ്റ് എനർജി ഗ്യാസിൻ്റെ ഫ്ലെയിം കാരണം ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്സി അസറ്റിലിനുണ്ട്, എയർ അസറ്റിലിനുണ്ട്, ഓക്സി ഹൈഡ്രജൻ ഉണ്ട്. റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം H=I²RT എന്നുള്ള ഇക്വേഷൻ. ഹീറ്റ് എനർജി എന്തിൻ്റെ പ്രൊപ്പോർഷനാണ്? കറണ്ടിനും റെസിസ്റ്റൻസിനും. അപ്പോൾ ഇത്തരത്തിൽ കറണ്ടും അതുപോലെ റെസിസ്റ്റൻസും ഉപയോഗിച്ചിട്ടുള്ള വെൽഡിംഗ് പ്രോസസ്സിനാണ് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അത് പൊസിഷൻ അനുസരിച്ചും അതിൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ചും 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ബട്ട്, സ്പോട്ട്, സ്റ്റീം, പ്രൊജക്ഷൻ. അടുത്തൊരു ടൈപ്പാണ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് കേട്ടിട്ടുള്ളൊരു വെൽഡിംഗ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളൊരു വെൽഡിംഗ് ആണ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ മെറ്റൽ സർഫസിനും ഇലക്ട്രോഡ് ഹോൾഡറിനും ഇടയിൽ ഒരു മെറ്റൽ ആർക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആർക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ കാർബൺ ആർക്ക്, മെറ്റൽ ആർക്ക്, പ്ലാസ്മ ആർക്ക്, ഗ്യാസ് മെറ്റൽ ആർക്ക് അല്ലെങ്കിൽ മിക്ക്, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് അല്ലെങ്കിൽ ടിഗ് വെൽഡിംഗ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ന്യൂവർ വെൽഡിംഗ് ഇലക്ട്രോൺ ബീം വെൽഡിങ്ങും ലേസർ ബിൽഡിങ്ങുമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇവ രണ്ടിലും ഇലക്ട്രോൺ ബീമിൻ്റെയോ അല്ലെങ്കിൽ ലേസറിൻ്റെ സഹായത്തോടെയാണ് വെൽഡിംഗ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്തത്. അടുത്തൊരു വെൽഡിംഗ് ആണ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പാരൻ മെറ്റൽ സോളിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. പ്രഷർ അപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ പ്രഷറും ഹീറ്റ് എനർജിയും അപ്ലൈ ചെയ്തിട്ടാണ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യാറ്. അതിനെ ഫ്രിക്ഷൻ വെൽഡിംഗ്, അൾട്രാസോണിക് വെൽഡിംഗ്, ഡിഫ്യൂഷൻ വെൽഡിംഗ്, എക്സ്പ്ലോസീവ് വെൽഡിംഗ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെൽഡിംഗ് പ്രോസസ്സിൻ്റെ വൈഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് വെൽഡഡ് ജോയിൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമ്മൾ കോമൺലി ആയിട്ട് യൂസ് ചെയ്യുന്നതും സാധാരണയായിട്ട് കണ്ടുവരുന്നതുമായിട്ടുള്ള 5 വെൽഡഡ് ജോയിൻസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബഡ് ജോയിൻറ്റ്, ലാബ് ജോയിൻറ്റ്, ടീ ജോയിൻറ്റ്, കോർണർ ജോയിൻറ്റ്, എഡ് ജോയിൻറ്റ്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കാം. ബഡ് ജോയിൻറ്റ് എന്ന് പറയുന്നത് മെറ്റൽസ് എൻഡ് ടു എൻഡ് പൊസിഷനിൽ കൊണ്ടുവച്ചിട്ട് വെൽഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബഡ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് VU, WW എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ടീ ജോയിൻറ്റ് ഒരു ഹൊറിസോണ്ടൽ
മെറ്റൽ വർക്ക് പീസിന് മുകളിൽ വെർട്ടിക്കൽ മെറ്റൽ വർക്ക് പീസ് വെച്ചതിന് ശേഷം വെൽഡ് ചെയ്യുന്നതിനാണ് ടീ ജോയിൻ്റ് എന്ന് പറയുക. അതായത് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇത് നമ്മൾ സാധാരണ ഫില്ലറ്റ് വെൽഡാണ് ടീ ജോയിൻറ്റിൽ ഉപയോഗിക്കാറ്. അതാണ് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരാറുള്ളൊരു ടീ ജോയിൻറ്റ് വെൽഡിങ്. അടുത്തതാണ് ലാബ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹൊറിസോണ്ടൽ മെമ്പറിന് മുകളിൽ മറ്റൊരു മെറ്റൽ വർക്ക് പീസ് ഓവർലാപ്പ് ചെയ്തിട്ട് വെൽഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ലാബ് ജോയിൻ്റ് എന്ന് പറയുക. രണ്ട് സൈഡിൽ നമ്മൾ വെൽഡ് ചെയ്യാറുണ്ട്. തിന്നർ സെക്ഷൻസ് വെൽഡ് ചെയ്യാനാണ് സാധാരണയായിട്ട് ലാബ് ജോയിൻ്റ് ഉപയോഗിക്കാറ്. കോർണർ ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെറ്റൽ സർഫസുകളുടെ കോർണർ അടുത്ത് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വെച്ചുകൊണ്ടുള്ള വെൽഡിങ് പ്രോസസ്സാണ്. അതായത് കോർണർ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സാധാരണ ബോക്സ്, ടാങ്ക്, ഫ്രെയിംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെൽഡിങ് ഉപയോഗിക്കാറ്. അടുത്താണ് എഡ്ജ് ജോയിൻറ്റ്. രണ്ട് മെമ്പേഴ്സിൻ്റെ എഡ്ജ് അടുത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വെൽഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എഡ്ജ് ജോയിൻ്റ് എന്ന് പറയാറ്. ഹെവി ലോഡ്സ് വരുന്ന സമയത്താണ് സാധാരണ നമ്മൾ എഡ്ജ് ജോയിൻറ്റ് ഉപയോഗിക്കാറ്. അടുത്ത നമുക്ക് വെൽഡിംഗ് പൊസിഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെൽഡിംഗ് പൊസിഷനുകളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും 4 രീതിയിലാണ് നമ്മുടെ വെൽഡിംഗ് പൊസിഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഓർ ഡൗൺ ഹാൻഡ് വെൽഡിംഗ്. സെക്കൻഡ് വൺ ഹൊറിസോണ്ടൽ വെൽഡിംഗ്. തേർഡ് വൺ വെർട്ടിക്കൽ വെൽഡിംഗ്. ആൻഡ് ഫോർത്ത് വൺ ഓവർ ഹെഡ് വെൽഡിംഗ്. നമുക്ക് ഓരോ വെൽഡിങ്ങും പൊസിഷനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം. ഫസ്റ്റ് വണ്ണാണ് ഫ്ലാറ്റ് ഓർ ഡൗൺ ഹാൻഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ വെൽഡിംഗ് പ്ലെയിൻ എപ്പോഴും ഒറിസോണ്ടലായിരിക്കും, അല്ലെങ്കിൽ ഒറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും നമ്മൾ വെൽഡ് ചെയ്യേണ്ട രണ്ട് മെറ്റൽസും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതിനുശേഷം ഈ രണ്ട് മെറ്റൽ മെമ്പേഴ്സിൻ്റെ ഇടയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യാറ്. ഈ ഒരു പൊസിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഫേസ് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് വെൽഡ് ഫ്ലെയിമിൻ്റെ താഴെയായിരിക്കും. അതായത് നമ്മൾ വെൽഡ് ഫ്ലെയിം സർഫസിന് മുകളിലാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, നമ്മളുടെ വെൽഡ് സർഫസ് എന്താണ്, ഫ്ലെയിമിൻ്റെ താഴെയാണ് വരുന്നത്. അതാണ് ഈ ഒരു വെൽഡിംഗ് പൊസിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണത്. ഫ്ലാറ്റ് വെൽഡ് അല്ലെങ്കിൽ ഡൗൺ ഹാൻഡ് വെൽഡിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ വെൽഡ് ഫ്ലെയിം എന്താണ്, നമ്മളുടെ സർഫസിന് മുകളിലാണ് വരുന്നത്. ഓക്കെ, അടുത്തൊരു ടൈപ്പ് വെൽഡിംഗ് ആണ് ഹൊറിസോണ്ടൽ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ വെൽഡിങ്ങിൽ നമ്മളുടെ വെൽഡ് സർഫസ് അല്ലെങ്കിൽ വെൽഡിങ്ങിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത് വെർട്ടിക്കലാണ്. ശ്രദ്ധിക്കുക, വെൽഡിംഗ് സർഫസ് അല്ലെങ്കിൽ വെൽഡിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്, വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ വെൽഡ് ചെയ്യുന്നത് മാത്രം എന്താണ്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. ഒന്നുകിൽ റൈറ്റ് ടു ലെഫ്റ്റോ അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റോ ആണ്. ഇപ്പോൾ ഒരു വെർട്ടിക്കൽ മെമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വെർട്ടിക്കൽ മെമ്പറിലോട്ട് നമ്മൾ എന്താണ് ജോയിൻ ചെയ്യേണ്ട വർക്ക് പീസ് വെച്ചു. ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഹൊറിസോണ്ടലി അതായത് എക്സ് ആക്സിന് പാരലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെൽഡ് ചെയ്യുന്നത്. അത് റൈറ്റ് ടു ലെഫ്റ്റ് ആവാം, ലെഫ്റ്റ് ടു റൈറ്റും ആവാം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വെൽഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൊറിസോണ്ടൽ വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വർക്ക് പീസ് രണ്ടും പൊസിഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലെയിം ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹൊറിസോണ്ടൽ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പാണ് വെർട്ടിക്കൽ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ വെൽഡിംഗ് സർഫസ് എന്താണ്, വെർട്ടിക്കൽ ഡയറക്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വെൽഡ് അപ്ലൈ ചെയ്യുന്നത് എന്താണ്, വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും. അതായത് താഴെ നിന്ന് മുകളിലോട്ടോ മുകളിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുക. ഇവിടെ നമ്മൾ രണ്ട് വെൽഡിംഗ് മെമ്പേഴ്സ് അഡ്ജസ്റ്റൻ്റ് കൊണ്ടുവച്ചു. വെൽഡിംഗ് സർഫസ് എന്താണ്, വെർട്ടിക്കലാണ്. ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വെൽഡ് അപ്ലൈ ചെയ്യാൻ ഡയറക്ഷൻ ശ്രദ്ധിക്കുക, എന്താണ്, വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെൽഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വെർട്ടിക്കൽ വെൽഡിംഗ് എന്ന് പറയുന്നത്. താഴെ നിന്ന് മുകളിലോട്ടോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ട്രാവൽ ചെയ്യാം. ഈ ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്, വെർട്ടിക്കൽ വെൽഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റാണ് ഓവർ ഹെഡ് വെൽഡിംഗ്. വളരെയധികം ആപ്ലിക്കേഷൻ ഉള്ള ഒരു ടൈപ്പ് വെൽഡിംഗ് പൊസിഷനാണ് ഓവർ ഹെഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ വർക്കറിന് മുകളിലായിരിക്കും നമ്മളുടെ വെൽഡ് ചെയ്യേണ്ട പോർഷൻ ഉണ്ടാവുക. അതായത് വർക്ക് സർഫസ് എന്താണ്, ഫ്ലെയിമിൻ്റെ മുകളിലാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഹൊറിസോണ്ടൽ പറഞ്ഞ സമയത്ത് കേസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ. ഇവിടെ നമ്മുടെ വെൽഡ് ചെയ്യേണ്ട സർഫസ് എന്താണ്, ഫ്ലെയിമിന് മുകളിലാണ്. ഓക്കെ, ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെൽഡിങ് ചെയ്യുന്നത്. ഫ്ലെയിം നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റോ ലെഫ്റ്റ് ടു റൈറ്റോ ട്രാവൽ ചെയ്യാം.
പക്ഷേ പൊസിഷനാണ് ശ്രദ്ധിക്കേണ്ടത്. വർക്ക് സർഫസ് എന്താണ്, ഫ്ലെയിമിന് മുകളിലാണ്. അപ്പോൾ ഇത്തരം ജോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ലേബറുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പക്ഷേ വളരെ വൈഡ് റേഞ്ച് ആപ്ലിക്കേഷനുള്ള ഒരു ടൈപ്പ് വെൽഡിംഗ് പൊസിഷനാണ് എന്ത്, ഓവർ ഹെഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വെൽഡിംഗ് പൊസിഷൻ്റെ ഒരു സിമ്പിൾ സ്കീമാറ്റിക് ഡയഗ്രാമാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സി എന്നുള്ള ഫിഗർ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തുള്ളത്. അത് ഇൻക്ലൈൻഡ് വെൽഡിംഗ് പൊസിഷനാണ്. നമ്മൾ സാധാരണയായിട്ട് പറയാറില്ല, എന്നാലും അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇൻക്ലൈൻഡ് സർഫസിൽ വെർട്ടിക്കൽ വെൽഡിംഗ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻക്ലൈൻഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ബാക്കി 4 വെൽഡിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ ഇത്രയാണ് വെൽഡിങ്ങിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാനുള്ളത്. അപ്പോൾ നമ്മൾ വെൽഡിങ്ങിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ വെൽഡിംഗ് പ്രോസസ്സുകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും താങ്ക് യു.